ദൈവമക്കൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഒരവസരം ദൈവം നമുക്ക് തന്നു. അതിൽ എൻ്റെ ടെസ്റ്റിമണി പറയുവാൻ തക്കവണ്ണം ദൈവം ഒരവസരവും തന്നിരിക്കുന്നതിനായിട്ട് ഞങ്ങൾ കുടുംബമായിട്ട് ദൈവത്തിനും നിങ്ങൾക്കും നന്ദി പറയുകയാണ്. പ്രിയ സന്ധ്യ സിസ്റ്റർ പറഞ്ഞതുപോലെ എൻ്റെ പേര് കോശി കുഞ്ഞപ്പി. തൊടുപുഴയിലാണ് താമസിക്കുന്നത്. കേരളത്തിൽ തൊടുപുഴയിലാണ് താമസിക്കുന്നത്. എനിക്ക് എൻ്റെ ഭാര്യയും 3 പെൺമക്കളും ഉണ്ട്. ആ 3 പെൺകുഞ്ഞുങ്ങളും, ഞാൻ 72 വയസ്സുള്ള ആളാണ്. അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ 3 പെൺകുഞ്ഞുങ്ങളും വിദ്യാഭ്യാസം കഴിഞ്ഞു. തക്ക സമയത്ത് കർത്താവ് അവരെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ അവർക്ക് ഭാഗ്യം കൊടുത്തു. 2 പേര്, ഒരാൾ ഒറീസയിലും ഏറ്റവും ഇളയ കുട്ടി കാനഡയിലെ ആൻഡ്രൂ വോമാക് മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് അവിടെയും പ്രവർത്തിക്കുന്നു. 2 കുഞ്ഞുങ്ങളെ ദൈവം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിച്ചതിനായിട്ട് സ്തോത്രം. 3ാമത്തെ മകളും കുടുംബവും എറണാകുളത്ത് താമസിക്കുന്നു. ഞങ്ങളുടെ യൗവനം മുഴുവൻ മരുഭൂമിയിലായിരുന്നു. എന്ന് പറഞ്ഞാൽ കുവൈറ്റിൻ്റെ പ്രദേശത്തായിരുന്നു. ഈ ലൈനിൽ ആരെങ്കിലും കുവൈറ്റിൽ ജീവിച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ, ജോലി ചെയ്തിരുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കായിട്ട് പ്രത്യേക വന്ദനം പറയുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ എന്നെ മരുഭൂമിയിൽ കൊണ്ടുപോയി എന്നോട് മന്ദമായി സംസാരിച്ചു എന്ന് പറഞ്ഞതുപോലെ ഞങ്ങളെ കുടുംബമായിട്ട് ദൈവം ഈ മരുഭൂമിയിൽ കൊണ്ടുപോയത് കൊണ്ടാണെന്ന് പറയാൻ എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഫറവോന്റെ കീഴിൽ ദൈവജനം കിടക്കുന്നത് പോലെയാണ് അറബി നാടുകളില് മനുഷ്യർ പൊതുവെ കിടക്കുന്നതും. അതില് ഒരു കൂട്ടത്തെ, ഒരു ശേഷിപ്പിനെ ദൈവം അവിടെ വെച്ചാണ് വേർതിരിക്കുന്നതെന്നും നമുക്കെല്ലാം അറിയാമല്ലോ. അതുകൊണ്ട് എനിക്ക് ഈ പ്രഭാതത്തിൽ തന്നിരിക്കുന്ന 1 മണിക്കൂർ സമയം, അത് എൻ്റെ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാകത്തില്ല. കാരണം ഞാനോ കുറയണം അവനോ വളരണമെന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോ ഞാൻ എന്നിരുന്നാലും നിങ്ങളിൽ പലർക്കും അനുഭവ സാക്ഷ്യം പ്രയോജനം ചെയ്യും എന്നും എനിക്കറിയാം. ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കുന്നുവെന്ന് നമ്മൾ പ്രാർത്ഥനയിൽ കൂട്ടി ചെയ്ത് പ്രാർത്ഥിക്കാറുണ്ട്. ദാറ്റ്സ് ഗുഡ്. അറ്റ് ദ സെയിം ടൈം എനിക്കൊരു ആഗ്രഹമുള്ളത്, എൻ്റെ സാക്ഷ്യം പറയുന്നതിനേക്കാൾ, അല്ലെങ്കിൽ ഞങ്ങളുടെ സാക്ഷ്യം പറയുന്നതിനേക്കാൾ കർത്താവിൻ്റെ വചനം കേൾക്കാമെങ്കിൽ, റോമാലേഖനത്തിൽ പറയുന്ന പോലെ വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിൻ്റെ വചനത്താലും എന്ന് നമ്മൾ പഠിക്കുന്നു. അപ്പോൾ കൂടുതലും ദൈവവചനം കേൾക്കാമെങ്കിൽ നമുക്ക് കൂടുതൽ വിശ്വാസം വർദ്ധിക്കും. യോഹന്നാൻ 15:3 പറഞ്ഞിരിക്കുന്ന പോലെ എൻ്റെ വചന കേൾവിയിൽ നിങ്ങൾക്ക് ശുദ്ധീകരണം ഉണ്ടെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യകാലങ്ങളിൽ എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ശൈശവ കാലങ്ങളിൽ നിങ്ങളെപ്പോലെയുള്ള ദൈവമക്കൾ, ഞങ്ങൾ കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന് 1987 മാർച്ച് മാസം 19-ാം തീയതി വ്യാഴാഴ്ച കർത്താവിൽ നിന്നുള്ള അഭിഷേകത്തിന് ഏഴിയെയും ദൈവം തിരഞ്ഞെടുത്തത് ഓർക്കുമ്പോൾ, ഈ കസേര ഇരുന്നുകൊണ്ടല്ല ഞാനിത് പറയേണ്ടത്, മുട്ടുമ്മേ നിന്നുകൊണ്ടാണ് പറയേണ്ടതെന്നും എനിക്കറിയാം. എന്നാലും ഇങ്ങനെ ഒരു ഫോർമലായിട്ടുള്ള പ്രെയർ ലൈനിലായിരിക്കുമ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തത് കൊണ്ടും എൻ്റെ സന്ധ്യ സിസ്റ്റർ വ്യക്തമായി അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞു തന്നതുകൊണ്ടും ഞാൻ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നു. അതിനുശേഷം കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരു വ്യക്തി, ഭാര്യയായാലും ഭർത്താവായാലും, കർത്താവിങ്കിലേക്ക് വന്നാൽ ആദ്യം പഠിക്കേണ്ട വചനം മത്തായി സുവിശേഷം 10-ാം അധ്യായമാണെന്ന് ഞാൻ ഇന്ന് അനേകരെ ഉപദേശിക്കാറുണ്ട്. നിങ്ങൾ എന്നെ മനസ്സിലാക്കുന്നത് പോലെ ഞാനൊരു പാസ്റ്ററായിട്ടുള്ള ശുശ്രൂഷ ഇപ്പോൾ ചെയ്യുന്നില്ല. ഓർഡിനേഷൻ ഉണ്ടെങ്കിലും, ഈ ലോകത്തിൻ്റെതായിട്ടുള്ള സർട്ടിഫിക്കറ്റുകളും മറ്റും ഉണ്ടെങ്കിലും, ഞാൻ
കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, എനിക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷ എന്താണെന്ന് എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് ഞാൻ കർത്താവിനോട് നിലവിളിക്കുമായിരുന്നു. അപ്പോൾ കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു, യുവർ കോളിംഗ് ഈസ് ഫോർ പേഴ്സണൽ ഇവാഞ്ചലിസം. വ്യക്തിപരമായ സുവിശേഷം അറിയിക്കുക, വ്യക്തികളോട് കൂടുതലായി സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ് മോൻ്റെ കോളിംഗ് എന്ന് കർത്താവ് എന്നോട് വ്യക്തിപരമായി പറഞ്ഞു. അവണ്ണം തന്നെ ഒരുപാട് കാര്യങ്ങൾ കർത്താവ് എന്നോട് വ്യക്തിപരമായി സംസാരിക്കാറുണ്ട്. ആരും അത്ഭുതപ്പെടുകയൊന്നും വേണ്ട. 32-ാം സങ്കീർത്തനം 8-ാം വാക്യം അതിന് ആധാരമായിട്ട് നിങ്ങൾക്ക് വായിച്ചു പഠിക്കാം. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞ് നീ നടക്കേണ്ട വഴിയിൽ ഞാൻ നിന്നെ കരം പിടിച്ച് നടത്തുമെന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് നമുക്ക് കാണാം. ഒരു പിതാവ് തൻ്റെ കുഞ്ഞുങ്ങളെ എങ്ങനെ കൈപിടിച്ച് നടത്തുമോ, മക്കളുള്ളവരായിരിക്കുമല്ലോ കൂടുതൽ പേരും ഈ ഗ്രൂപ്പിൽ ഇപ്പോൾ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. മക്കളില്ലാത്തവർക്ക്, വിവാഹിതരാണെങ്കിൽ നിങ്ങൾക്ക് മക്കളെ ദൈവം തരട്ടെ. എന്നാൽ ഞാൻ 103-ാം സങ്കീർത്തനത്തിൽ പഠിക്കുന്നത് പോലെ അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ കർത്താവിന് തൻ്റെ മക്കളോട് കരുണ തോന്നുന്ന ഒരു ദൈവം നമ്മളെ വിളിച്ചിട്ട് വെറുതെ അങ്ങ് വിടുന്ന ദൈവമല്ല. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട്, അതാണ് പറയുന്നത്. ഹോശേയ പ്രവചനത്തിൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ പരിജ്ഞാനം എന്ന ഒരു സബ്ജക്റ്റ് അവിടെ തുടങ്ങുന്നുണ്ട്. സ്റ്റഡി ബൈബിളൊക്കെ ഉപയോഗിച്ച് നിങ്ങളത് പഠിക്കാൻ ശ്രമിച്ചാൽ, ബൈബിള് പഠിക്കുന്നത് കൊണ്ടൊന്നും സ്വർഗത്തിൽ പോകത്തില്ലെങ്കിലും ബൈബിള് പഠിക്കണം. സ്തോത്രം. അങ്ങനെ പറഞ്ഞ എന്താ അങ്കിളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറയും. മത്തായി സുവിശേഷം 22-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായികയാൽ തെറ്റിപ്പോകുന്നു എന്ന് നിങ്ങൾക്ക് അവിടെ നമുക്ക് പഠിക്കാൻ കഴിയും. അപ്പോൾ അനേകര് തിരുവെഴുത്തുകളുണ്ട്, എന്തില്ല? ദൈവശക്തിയില്ല. അതുകൊണ്ട് വരുന്ന കുഴപ്പം എന്താ? അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, ശക്തി ലഭിക്കുമ്പോൾ നിങ്ങൾ ലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാണ്. ഇതെല്ലാം അറിയാവുന്ന ദൈവമക്കളാണ് ഈ പ്രെയർ ലൈനിൽ ഇരിക്കുന്നതെന്ന് എൻ്റെ അസംഷനാണ്. അല്ലാതെ കണ്ട് രക്ഷിക്കപ്പെട്ട് കൽപ്പനകൾ അനുസരിക്കാത്തവരൊന്നും ഈ 6:30 മണിക്കുള്ള പ്രെയറിനൊന്നും എഴുന്നേൽക്കുകയില്ല. അവരൊരു 7 മണി 8 മണി വീട്ടിലുള്ള കുടുംബാംഗങ്ങൾ ചായയോ കാപ്പിയോ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് ചെല്ലാമെങ്കിൽ എഴുന്നേൽക്കുന്ന സ്വഭാവമായിരുന്നല്ലോ ഒരു കാലത്ത് നമ്മുടെ ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും വരെ. എന്നാൽ ഇന്ന് കൃപയാൽ ഇങ്ങനെ ഒരു അവസരം ദൈവം തമ്പുരാൻ എനിക്ക് തന്നപ്പോൾ നിങ്ങൾക്കറിയാമോ, ഇന്നലെ കിടന്നിട്ട് എനിക്ക് ഉറക്കം വരികയില്ല. കാരണം എന്താ? ദൈവമേ, അനേക ദൈവമക്കളുടെ മുന്നിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഈ ഏഴയ്ക്കൊരു അവസരം കിട്ടിയിരിക്കുമ്പോൾ അത് ഭയഭക്തി ബഹുമാനത്തോടെ ചെയ്യുന്നില്ലെങ്കിൽ, നമുക്കറിയാം സദൃശവാക്യം 28-14 നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു വാക്യം ഇങ്ങനെയുണ്ട്, എപ്പോഴും ഭയത്തോടുകൂടെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്താ ഭയം? എൻ്റെ ജോലി നഷ്ടപ്പെടുമെന്നാണോ? അല്ല, ദൈവഭയത്തോട്. മലയാളം ട്രാൻസ്ലേഷനൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരുന്ന തരത്തിലൊക്കെ ഒത്തിരി വേർഷൻസ് ഉണ്ട്. പക്ഷേ ആംപ്ലിഫൈഡ് ബൈബിളൊക്കെ പഠിച്ചപ്പോഴാണ്, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ജോലിയോടുള്ള ബന്ധത്തിൽ എനിക്ക് ദൈവവചനം കോളേജിലോ കഴിഞ്ഞില്ല. തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഈ ലോകത്തിൽ ഒരു കൃപയാൽ ഒരുപാട് ആദ്യമേ ലക്ഷ്യം നിങ്ങൾക്ക് വായിക്കണമെങ്കിൽ രക്ഷിക്കപ്പെട്ട് അഭിഷേകം പ്രാപിച്ചവരുടെ എല്ലാം ഒരേ. ഇപ്പോഴോ കുഞ്ഞെ? ഇപ്പൊ കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം. വാക്കുകൾ വ്യക്തമാകുന്നില്ല. ഹലോ 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 ഹലോ. ഇപ്പൊ
കേൾക്കാം, കേൾക്കാം. ഇപ്പൊ കേൾക്കാം. ഓക്കെ. ഓ, താങ്ക് യു. വീഡിയോ അങ്ങ് ഓഫ് ചെയ്യട്ടെ. ഓഫ് ചെയ്തോ, ഓഫ് ചെയ്തോ, ഓഫ് ചെയ്തോ. താങ്ക് യു. ഓക്കെ. അപ്പോൾ പ്രിയ കുഞ്ഞുങ്ങളെ, ഞാനിപ്പോൾ ഫോണും കൊണ്ട് ഡോറിന്റെ അടുത്ത് വെളിയിൽ വന്നാണ് ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുന്നത്. ദയവായിട്ട് ശ്രദ്ധിച്ച് കേൾക്കണം, പ്രാർത്ഥിക്കണം. അതുപോലെ ഈ നെറ്റ് സിസ്റ്റത്തിന് ഡിസ്റ്റർബൻസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയും പ്രാർത്ഥിക്കണമേ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ കുടുംബം ആഗ്രഹിക്കുന്നത്, ഞങ്ങൾക്ക് ഒരു പ്രാക്ടിക്കൽ ക്രിസ്ത്യൻസ് ആയിട്ട് ജീവിക്കണമെന്നുള്ളതാണ്. ഒന്നുകൂടെ പറയും, പ്രായോഗിക ക്രിസ്തീയ ജീവിതം ഇല്ലെങ്കിൽ ദൈവമേ ഞങ്ങളെ മുന്നോട്ട് വിടരുതേ എന്നാണ്, ഈ ഭൂമിയിൽ മുന്നോട്ട് വിടരുതേ എന്നാണ് ഞാനും എൻ്റെ പ്രിയപ്പെട്ടവളും ഒരുപോലെ പ്രാർത്ഥിക്കുന്നത്. കാരണം ഇന്ന് നിങ്ങൾക്കറിയാവുന്നതുപോലെ എബ്രായ ലേഖനം 10-ാം അധ്യായം പഠിക്കുമ്പോൾ പിന്മാറിപ്പോയി നശിച്ചു പോകുന്ന ഒരു വലിയ കൂട്ടത്തിന്റെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്നലകളിൽ ശ്രേഷ്ഠമായ ശുശ്രൂഷ ചെയ്ത അനേകര് ഇന്ന് സമൂഹത്തിൽ പരിഹാസ വിഷയങ്ങളോ പിന്മാറിപ്പോയവരോ ആയിരിക്കുന്നു, ദൗർഭാഗ്യവശാൽ. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ എൻ്റെ വൈഫിനോട് പറയും എപ്പോഴും, ഹല്ലേലൂയ, അതുപോലെ ക്ലോസ് ആയിട്ടുള്ള ദൈവമക്കളോട് മാത്രം പറയും, ബ്രദറെ, ഇതുവരെയും കർത്താവ് ഞങ്ങൾക്ക് തന്ന സാക്ഷ്യം നഷ്ടപ്പെടാതെ നിത്യതയിലെത്താൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. കാരണം 1987 മാർച്ച് മാസം 19-ാം തീയതി വ്യാഴാഴ്ച എന്ന് പറയുമ്പോൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അതൊരു വലിയ പീരീഡാണ്. അപ്പോൾ പീരീഡ് എന്ന് പറയുമ്പോൾ എനിക്ക് ലജ്ജയുണ്ട്. പലരും എന്നോട് ചോദിക്കും, അങ്കിള് എന്നാ രക്ഷിക്കപ്പെട്ടത്? ഞാൻ പറയും, എനിക്കറിയത്തില്ല. എന്നാൽ അഭിഷേകം പ്രാപിച്ചത് വ്യക്തമായി എൻ്റെ തലയിൽ അഭിഷേകം ദൈവം തന്നത് എനിക്ക് അറിയാം കുഞ്ഞേ എന്ന് പറയും. എൻ്റെ ബർത്ത്ഡേ, ലോകപ്രകാരമുള്ള ജന്മദിനം ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ഈ ഹല്ലേലൂയ അഭിഷേക ദിവസം അന്ന് തന്നെ ആണല്ലോ എനിക്ക് രക്ഷയുടെ പെട്ടകത്തിനകത്ത് കയറാനും കഴിയുന്നത്. എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ നിങ്ങൾക്ക് ഏറെക്കുറെ ചേർത്ത് പഠിക്കാൻ കഴിയുമെങ്കിലും, അല്ലെങ്കിൽ മനസ്സിലാക്കുമ്പോഴും വിവിധങ്ങളായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ വന്ന് ആരും കുഴപ്പത്തിൽ ചാടരുത്. അത് നമുക്ക് തന്നെ ദോഷമായിരിക്കും. കാരണം ഹല്ലേലൂയ, ചിലർ പറയും ആദ്യമേ രക്ഷ ഏറ്റു പറയണം ഒരു സഭയിൽ ചെന്നിട്ട്. അത് കഴിഞ്ഞ് രക്ഷ ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ, പാസ്റ്റർ അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ ഹല്ലേലൂയ സ്നാനത്തിലേക്ക് നടത്തും. താങ്ക് യു. അത് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുകയുള്ളൂ. അതൊക്കെ ശരിയാണെങ്കിൽ തന്നെയും ദൈവത്തിന്റെ ഡിസ്ക്രിപ്ഷനിലുള്ളതാണ് ആര് എപ്പോൾ എങ്ങനെ തിരഞ്ഞെടുക്കണമെന്ന്. ഉദാഹരണത്തിന്, ഞാൻ D.L. മൂഡിയുടെ ചരിത്രമൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ എൻ്റെ അനുഭവത്തിന് തത്തുല്യമായ, അദ്ദേഹത്തെയൊക്കെ കോട്ട് ചെയ്യുന്നത് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, അദ്ദേഹത്തിൻ്റെ ചെരുപ്പ് തൊടാൻ യോഗ്യതയുള്ളവനല്ല ഞാൻ. സെയിന്റ് പോളിനെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, വെൻ ഹി വാസ് റൈഡിങ് ഓൺ എ ഹോഴ്സ്, ഒരു കുതിരപ്പുറത്തൂടെ യാത്ര ചെയ്തു. അതിൻ്റെയൊക്കെ അർത്ഥം, ആത്മീയ അർത്ഥം, ഇന്ന് അനേകര് ഹല്ലേലൂയ കുതിരപ്പുറത്ത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഓർത്തോണം, അടിച്ച് ദൈവം താഴെ ഇടുന്ന ഒരു ദിവസമുണ്ട്. എങ്കിൽ മാത്രമേ അവൻ്റെ മേൽ അഭിഷേക തൈലം ഒഴിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ഹല്ലേലൂയ സ്തോത്രം ഓർക്കുന്നുണ്ട്, 10th പഠിക്കുമ്പോൾ ഒരു ഗവൺമെന്റ് ഹൈസ്കൂളിൽ 10th സിയില് 40 പിള്ളേരുണ്ടായിരുന്നു. എന്തോ ക്വസ്റ്റ്യൻ ചോദിച്ച് ഉത്തരം എഴുതാൻ അറിയാതെ വന്നു കഴിഞ്ഞപ്പോൾ ആ പരിജ്ഞാനമില്ലാത്ത അധ്യാപകൻ 500 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതിക്കൊണ്ടുവരണമെന്ന് പറഞ്ഞു. 500 പ്രാവശ്യം. അപ്പോൾ നിങ്ങൾ എന്തിനാ ഒരു അധ്യാപകനെ കയറി പരിജ്ഞാനമില്ലാത്തവനെന്ന് പറഞ്ഞതെന്ന് നിങ്ങൾ ചിലർ ചിന്തിച്ചേക്കും. ആ കാലത്തെ ജീവിത സാഹചര്യം എങ്ങനെയായിരുന്നു മനസ്സിലാക്കണം. എൻ്റെ വീട്ടില് മണ്ണെണ്ണ പോലും ഇല്ലാത്ത കാലം. അതുകൊണ്ട് ഹല്ലേലൂയ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടാണ് പറയുന്നത് സഹോദരങ്ങളെ. പരാതിയോ പരിഭവമോ പണ്ടത്തെ ഇല്ലായ്മയെ കുറിച്ച് പറയാൻ തുടങ്ങുകയാണോ എന്നൊന്നും തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ ഒരു ജന്മം ദൈവം എനിക്ക് തന്നതിനായിട്ട് ഞാൻ ദൈവത്തെ
1000 സ്തോത്രം അർപ്പിക്കുന്നു. ആ സ്കൂളിൽ പഠിക്കുമ്പോൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ മണ്ണെണ്ണ ഇല്ലാത്തത് കൊണ്ട് വീട്ടില് എൻ്റെ പ്രിയ പിതാവ് പറയും, മണ്ണെണ്ണയൊന്നും ഇല്ല രാത്രിയിൽ വിളക്ക് കത്തിച്ചു വെക്കാൻ, അതുകൊണ്ട് എല്ലാവരും നേരത്തെ പ്രാർത്ഥിച്ച് അത്താഴവും കഴിച്ചേച്ച് കിടന്ന് ഉറങ്ങിക്കോണം കേട്ടോ എന്ന് പറയും. അപ്പൊ പിന്നെ എങ്ങനെയാ പഠിക്കുന്നത്? അതുകൊണ്ട് തന്നെ 10ാം ക്ലാസ്സിൽ ഇംഗ്ലീഷിന് ജയിച്ചിട്ട് 10ലെ പരീക്ഷ തോറ്റ ഏക വ്യക്തി അന്നും ഇന്നും ഒരുപക്ഷെ അടിയനായിരിക്കും. അതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഭോഷന്മാരെ തിരഞ്ഞെടുക്കുന്ന ദൈവം അന്ന് ഭോഷത്വത്തിൽ ജന്മം കിട്ടിയെങ്കിലും കുടുംബക്കാരൊക്കെ വലിയവരാണ്. ഹല്ലേലൂയ. ഇന്ന് ആ കൂട്ടത്തില് ഒരെണ്ണം പോലും, ആ വലിയ പേര് കേട്ട കുടുംബത്തിൽ നിന്ന് ഒരെണ്ണം പോലും പൂർണ്ണമായിട്ട് ദൈവസന്നിധിയിലോട്ട് വന്നിട്ടില്ല. എല്ലാവരും ഇപ്പം വലിയ പിണക്കമൊക്കെ മാറി. പിണക്കം മാറിയില്ലെങ്കിൽ ഞാൻ അവൻ്റെയൊക്കെ അങ്ങനെയുള്ളവരുടെ എല്ലാം കാലേന്ന് പൊടി തട്ടി ഇടുകയല്ല ചെയ്യുന്നത്. പിന്നെ എന്ത് ചെയ്യുമെന്നറിയാമോ? ആ കാലേന്ന് പൊടി ഹല്ലേലൂയ വാരി ഞാനിങ്ങനെ കാണിച്ചേച്ച് പോരും. അത്ര ന്യായപ്രമാണം ഉപേക്ഷിക്കുന്ന ദുഷ്ടന്മാർ നിമിത്തം എനിക്ക് ഉഗ്രകോപം പിടിച്ചിരിക്കുന്നു പറഞ്ഞതുപോലെ സുവിശേഷത്തെ നിന്ദിക്കുന്നവരെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പ്രതികരിക്കും, പ്രതികരിക്കും, പ്രതികരിക്കും. പ്രതികരിക്കാൻ പറ്റുന്നിടത്ത് മാത്രം. കാരണം സങ്കീർത്തനം 46:10 പറയുന്നത് പോലെ മിണ്ടാതിരുന്ന് ദൈവം എന്നറിയേണ്ട സാഹചര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് എല്ലായിടത്തും മിണ്ടാതിരിക്കാനുള്ളവരല്ല നമ്മൾ, ആണോ? ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള ചില സ്വഭാവ വ്യത്യാസങ്ങളൊക്കെ ഉള്ള ഒരു എളിയവനാണ് ഞാൻ. അതുകൊണ്ട് എന്നെ വേദപുസ്തകപ്രകാരം അനുകൂലിക്കുന്നവരെക്കാൾ പ്രതികൂലിക്കുന്നവരാണ് എനിക്കുള്ളത്. അതിലെനിക്ക് സന്തോഷമാണ്. കാരണം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം പഠിക്കുമ്പോൾ നമുക്ക് കാണാം, ഈ ലോകം എന്നെ വെറുത്തില്ലേ മോനെ എന്ന് ബൈബിള് പറയാറില്ലേ? അങ്ങനെയെങ്കിൽ നിങ്ങളെയും വെറുക്കുമെങ്കിൽ ഈ ലോകത്തിൻ്റെ എല്ലാവരുടെയും ഗുഡ് ബുക്കില്, എല്ലാ പാസ്റ്റർമാരുടെയും ഗുഡ് ബുക്കിലോ എല്ലാ വിശ്വാസികളുടെയും ഗുഡ് ബുക്കിലോ ഒന്നും ഒരു അഭിഷിക്തന് ആയിത്തീരാൻ കഴിയുകയില്ല. നിങ്ങൾ എന്നോടൊപ്പം ആമേൻ പറയുമെന്ന് തോന്നുന്നു. തോന്നിയാലും തോന്നിയില്ലെങ്കിലും കുഴപ്പമില്ല. ദൈവം അങ്ങനെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് ദൈവം നിങ്ങളിൽ ആർക്കെങ്കിലും അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ തരുന്നുണ്ടെങ്കിൽ ഒരിക്കലും പതറരുത്. നിങ്ങളൊക്കെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. റോമാലേഖനം 5-ാം അധ്യായത്തിനകത്ത് എഴുതി വച്ചിരിക്കുന്നത് കഷ്ടത, സിദ്ധത, പ്രത്യാശ. കഷ്ടതയിൽ നിന്ന് സഹിഷ്ണുതയിൽ നിന്നും. ഹല്ലേലൂയ. കഷ്ടത, സഹിഷ്ണുത പിന്നെ ഒന്നുകൂടെ ഉണ്ടെന്ന് തോന്നുന്നു, ഞാൻ വിട്ടുപോയി. പ്രത്യാശ. ഞാൻ ബൈബിള് നോക്കിക്കൊണ്ടല്ല സംസാരിക്കുന്നത് ഇപ്പോൾ. ഈ നെറ്റിന് ഡിസ്കണക്ഷൻ വരാതിരിക്കാൻ ഈ ഡോറിൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. വഴിയെ പോകുന്നവരും കൂടെ കേൾക്കട്ടെ. നാഷണൽ ഹൈവേയുടെ തൊട്ട് സൈഡിലാണ് ദൈവം ഒരു വീട് തന്നിരിക്കുന്നത്. അതുകൊണ്ട് പണ്ടൊക്കെ ഈ ഭിത്തിയുടെ താഴെ വന്ന് ഇവിടെ പാട്ട് കേൾക്കാനായിട്ട് ആളുകൾ നിൽക്കുമായിരുന്നു. കാരണം ഈ തൊടുപുഴയുടെ ഈ പ്രദേശത്തൊന്നും ഞങ്ങൾ കുവൈറ്റിലെ യുദ്ധസമയത്ത് അഭയാർത്ഥികളെ പോലെയാണ് ഈ ദേശത്ത് ദൈവം ഞങ്ങളെ കൊണ്ടുവന്നത്. എനിക്കൊട്ടും ഇഷ്ടമല്ലായിരുന്നു. കാരണം എൻ്റെ പ്രിയപ്പെട്ടവരുടെ നാടാണ് ഈ തൊടുപുഴ. എന്നാൽ എൻ്റെ നാട് കൊട്ടാരക്കരയ്ക്കടുത്ത് പട്ടാഴി എന്ന സ്ഥലമാണ്. അപ്പോൾ അവിടുന്ന് ഞങ്ങളെ ദൈവം ഇങ്ങനെ കൂട്ടിച്ചേർത്തു. അപ്പം ഞാനൊരു ഒരു 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 കോംപ്രമൈസ് തോട്ട്സിൽ നടന്നു. ഞാൻ ജീവിച്ചതും എൻ്റെ യൗവനവും എല്ലാം കോട്ടയത്തായിരുന്നത് കൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു, നമുക്ക് രണ്ടിൻ്റെയും കൂടെ നടുക്കങ്ങ് താമസിക്കാം. അതായത് ഏകദേശം നടുക്ക് തന്നെയാണ് കോട്ടയം. എൻ്റെ ഒത്തിരി ലൗകിക കൂട്ടുകാരും എല്ലാം ഉള്ള ലൗകിക ജീവിതം, അഥവാ 40-ാം നമ്മൾ പാടുന്നത് പോലെ ചേറ്റിലല്ലയോ കിടന്നത് ഓർത്തു നോക്കിയാൽ നാറ്റമല്ലയോ വമിച്ചതെൻ ജീവിതം, മാറ്റിയല്ലോ എൻ ജീവിതത്തെ മാറ്റമില്ലാത്ത അപ്പൻ്റെ കൃപയാലെന്ന് നമ്മൾ പാടുമ്പോൾ കോട്ടയത്ത് ഞാൻ ഹല്ലേലൂയ പാപക്കുഴിയിൽ കിടന്നതാണ്. എല്ലാ ചെറുപ്പക്കാർക്കും സംഭവിക്കാവുന്ന എല്ലാ ദോഷങ്ങളും എൻ്റെ ജീവിതത്തിലും സംഭവിച്ചു പോയി. രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഓരോ ദിവസവും
അതിന് ഞാൻ മാപ്പ് ദൈവത്തോട് ചോദിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. കാരണം സ്വയനീതീകരണം, സ്വയം ന്യായീകരണം എൻ്റെ പഠന വിഷയങ്ങളിലുള്ള ദൈവം എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. സെൽഫ് ജസ്റ്റിഫിക്കേഷൻ, സെൽഫ് റൈച്ചസ്നെസ്. ഈ DNA, ഈ ജീന് എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിലുണ്ട്. പാപമൊക്കെ 1 യോഹന്നാൻ 1-ാം അധ്യായം 7 തൊട്ട് 9 വരെയുള്ള വാക്യങ്ങൾ പഠിക്കുന്ന നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഓർമ്മകളെ മാറ്റിക്കളയത്തില്ല. ഓർക്കും, ഓർക്കുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് അഹങ്കരിക്കാതിരിക്കാൻ പറ്റുകയുള്ളൂ. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ബാല്യത്തിലെ പോവർട്ടിയെ കുറിച്ചൊക്കെ പറയുമ്പം ചിലർ പറയും, അങ്ങനെയൊക്കെ പറയരുത് അങ്കിളെ. അതെന്താ മോനെ? അങ്കിളിനൊരു റെസ്പെക്റ്റ് കിട്ടുമോ ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യനാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമുക്കറിയാം, ചില മതങ്ങളുടെ പുരോഹിതനൊക്കെ ആയിരിക്കണമെങ്കിൽ വലിയ എൻ്റെ വിജിയുടെ കുടുംബത്തിലെ ഹല്ലേലൂയ അനേകർ അച്ഛന്മാരും കന്യാസ്ത്രീമാരും ഒരുപക്ഷെ അവർ കർദിനാളോ ഒക്കെ ആകാനും സാധ്യതയുള്ള പുരോഹിതന്മാരൊക്കെ ഞങ്ങൾക്ക് കസിൻസ് ആയിട്ടുണ്ട്. ഒരുത്തൻ ഇവിടെ വന്നേച്ച് എൻ്റെ സ്റ്റഡി ബൈബിളും കൊണ്ട് പോയതാ 93-ല്. ഞാൻ പറഞ്ഞു, നീ അച്ഛൻ ആകുകയാണെങ്കിൽ ആയിക്കോ കുഞ്ഞെ, കുഴപ്പമില്ല. പക്ഷേ നീ വേദപുസ്തക പ്രകാരം അച്ഛൻ പണി ചെയ്തില്ലെങ്കിൽ നിനക്ക് തട്ട് കിട്ടും, നീ നരകത്തിൽ പോകുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പഠിച്ചേച്ച് ഈ ബൈബിള് പഠിച്ചേച്ച് തിരിച്ചു കൊണ്ടു തരണമെന്ന് പറഞ്ഞു. തോംസൺ എൻ്റെ ഒരു അന്നത്തെ കാലത്ത് ഒരു ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ടായിരുന്നു. അന്ന് നമ്മളിവിടെ ചെന്നാ പഠിക്കുന്നത്. ഈ ഡേക്സ് ബൈബിള് മലയാളത്തിലൊക്കെ ഇന്നുണ്ട്, നമുക്ക് സ്വയമായിട്ട് പഠിക്കാം. അതുപോലെ തന്നെ അനേക വേർഷൻസ് ഈവൻ നൗ യു ക്യാൻ ഡൗൺലോഡ് ഇൻ യുവർ ഫോൺ. അതിലൊന്നാണ് മലയാളം സ്റ്റഡി ബൈബിൾ. ഞങ്ങൾ രണ്ടുപേരും, ഞാനും എൻ്റെ വൈഫും കൂടെ ഈ വയസ്സാം കാലത്ത് പഠിക്കുന്ന പുസ്തകമാണ് ഈ മലയാളം സ്റ്റഡി ബൈബിൾ. എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ബൈബിള് പഠിക്കണമെന്ന് ഹൃദയത്തിൽ നിന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതുപോലെയുള്ള ബൈബിളുകൾ ഡൗൺലോഡ് ചെയ്തിട്ടാൽ ഈ ഉടായിപ്പ് ജീവിതം അങ്ങ് മാറിയിട്ട് വചനാധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് നമുക്ക് നടക്കാൻ പറ്റും. കാരണം ഞാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിച്ചു, തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായികയാൽ നിങ്ങൾ തെറ്റിപ്പോകുന്നു. നിങ്ങൾ കേട്ടിട്ടുള്ള ഉദാഹരണങ്ങളാണ് ഞാൻ പറയുന്നത്. അതായത് ആരോ ദേവദാസന്മാര് പറഞ്ഞു, കത്തോലിക്കന്റെ ഭക്തിയും ബ്രദറൻകാരന്റെ വചനപാണ്ഡിത്യവും അല്ലെങ്കിൽ വചനവും പെന്തക്കോസുകാരന്റെ ഉപരിപ്ലവമായ ആത്മാവും കൂടെ ചേർന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ, അത് ഒരുപോലെ അസിമിലേറ്റഡ് ആയെങ്കിൽ അല്ലെങ്കിൽ യോജിച്ചിരുന്നുവെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ഈ ഭൂമി ഹല്ലേലൂയ സുവിശേഷീകരിക്കാമായിരുന്നു. നിങ്ങൾ യോജിക്കുന്നവരോ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഒന്നുകൂടെ പറഞ്ഞ് മനസ്സിലാക്കാം, കത്തോലിക്കരുടെ ഭക്തി ഇന്നും കുറഞ്ഞു പോയിട്ടില്ല. കാരണം അവർ മന്ദബുദ്ധികളാണ്. അവർക്ക് സുവിശേഷം എന്താണെന്ന് കാണുവാൻ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ട് അവർ ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയില്ലാതായി ജീവിക്കുന്ന സഹോദരങ്ങളാണ്. അവരോട് നമുക്ക് എന്നും സഹതാപം വേണം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങൾ ഇച്ചിരി സ്വാർത്ഥതയുള്ളത് ഞങ്ങളുടെ ഫോക്സ്, ഈ കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിലുള്ളവരെ തന്നെയാണ് ഞങ്ങൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. അവരുടെ വീടുകളിൽ പോകും, കഷ്ടനഷ്ടങ്ങളെല്ലാം സഹിച്ച് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യും. കാരണം എൻ്റെ ബിജിയുടെ കുടുംബത്തിൽ ഏറ്റവും കുറഞ്ഞ ഒരു 500 വീടുകളുണ്ട് അവരുടെ കുടുംബത്തിൽ. എനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാ കുടുംബങ്ങളിലും ഞങ്ങൾ വിസിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അവരുടെ നമ്പേഴ്സ് കളക്ട് ചെയ്ത് സുവിശേഷം അറിയിക്കുവാനും ദൈവം ഇതിനോടകം ഞങ്ങൾക്ക് ഭാഗ്യം തന്നു എന്ന് തോന്നുന്നു. ഇനിയും കയറാൻ കാണുമായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നിന്റെ സഹോദരൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ വേദപുസ്തകത്തിൽ നമ്മൾ ദേവദാസന്മാർ പ്രസംഗിക്കുന്ന കേൾക്കാറുണ്ടല്ലോ, ഞാൻ അവൻ്റെ കീപ്പാണോ എന്ന് ചോദിക്കുന്ന അവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പറ്റത്തില്ല. എഗെയിൻ ഹല്ലേലൂയ സദൃശവാക്യം 24-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങൾ നിങ്ങൾ എടുത്തു വെച്ച് പഠിച്ചാൽ അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഹല്ലേലൂയ അറക്കാൻ കൊണ്ടുപോകുന്ന മൃഗങ്ങളെ പോലെ ഒരു ഗ്രൂപ്പ് ആളുകൾ പോകുന്നുണ്ട്. ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയങ്ങളെ കാണുന്ന ദൈവം ഇതറിയത്തില്ലയോ എന്നൊരു ചോദ്യവും ചോദിക്കുന്നുണ്ട്. പ്രോവർബ്സ് ചാപ്റ്റർ 24-ലെ അവസാന ഭാഗത്തെ വാക്യങ്ങളാണ് ഞാനിപ്പോൾ ഓർമ്മയിൽ നിന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചുറ്റും ഈ നിത്യനരകത്തിലേക്ക് പോകുന്ന ആളുകളെ കുറിച്ച് നമുക്ക് ഹല്ലേലൂയ ഭാരമില്ലെങ്കിൽ
പാക്കിൽ ഗോപി എന്ന് പറഞ്ഞ് മരിച്ചുപോയ ഒരു ദൈവദാസനുണ്ട്. കോട്ടയത്തിനടുത്തുള്ള സ്ഥലമാണ് പാക്കിൽ ഗോപി എന്ന് പറഞ്ഞ കള്ളുഷാപ്പിലെ ഒരു ജോലിക്കാരനായിരുന്ന മനുഷ്യൻ അഭിഷേകം പ്രാപിച്ച് കർത്താവിൻ്റെ വേലയിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് ഞാനും എൻ്റെ വൈഫും കൂടെ അവിടെ പോയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ. അദ്ദേഹം പറഞ്ഞ ഒരു കൊട്ടേഷൻ ഇങ്ങനെയാണ്: ആത്മഭാരമില്ലാത്ത ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെട്ടവനാണോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് അദ്ദേഹം എഴുതിയ ഒരു ലേഖനത്തിനകത്ത് എനിക്ക് വായിക്കാനിടയായി. എന്ന് 1980-കളിൽ വായിച്ചതാണ് ആ വാക്യം. ആ മനുഷ്യന്റെ വീട്ടിൽ പോകാൻ ഞങ്ങൾ കുവൈറ്റിൽ നിന്ന് അവധിക്ക് വരുമ്പോൾ ഇതുപോലെയുള്ള പാവപ്പിടിച്ച ദൈവദാസന്മാരെയൊക്കെ വിസിറ്റ് ചെയ്യാനായിട്ട്, അന്ന് ഇതുപോലെ ഫോൺ സൗകര്യമൊന്നും ഇല്ലല്ലോ, പോകാനൊക്കെ ദൈവം ആ നിലയിലും ഭാഗ്യം തന്നിട്ടുണ്ട്. അനേക വിശുദ്ധരെ ചെറിയ തോതിലെങ്കിലും ഒക്കെ ശുശ്രൂഷിപ്പാനും വിസിറ്റ് ചെയ്യുവാനും എൻകറേജ് ചെയ്യുവാനും ദൈവം അന്നും ഇന്നും സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ കൃത്യസമയത്ത് തന്നെ നിർത്തിക്കൊള്ളാം. നിങ്ങൾ ആരും ബേജാറാകണ്ട, അങ്കിൾ ഇങ്ങനെ അങ്ങ് പോകുമെന്ന്. അങ്ങനെയൊന്നും പോകത്തില്ല കേട്ടോ. ഞാൻ ഹാലിലിയ കുവൈറ്റിലെ എൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതാനുഭവത്തെ സ്പർശിക്കുകയാണെങ്കിൽ 91 അവിടെ ഒരു യുദ്ധം നടന്നത് നിങ്ങൾക്കറിയാമല്ലോ. ഇന്നത്തെ ലെബനോൻ പോലെ അല്ലെങ്കിൽ ഇന്നലെയാണല്ലോ സിറിയയിലെ പ്രസിഡന്റ് ജീവനും കൊണ്ട് ഓടി റഷ്യയിൽ ചെന്നിരിക്കുന്നത്. അവരെ സ്നേഹിച്ച റഷ്യയൊക്കെ കൈവിട്ടു, ഇറാനും കൈവിട്ടു. ഇപ്പൊ ആരും ഇല്ലാതെ കണ്ടതേ സിറിയ അവിടെ കിടക്കുന്ന മിഡിൽ ഈസ്റ്റില്. ഇതുപോലെ ഏറെക്കുറെ ആയ ഒരു അവസ്ഥയാണ് കുവൈറ്റിലെ 91 യുദ്ധസമയത്താണ് വാസ്തവത്തില് കർത്താവിൻ്റെ സ്നേഹം ഞങ്ങള് കുടുംബമായിട്ട് ഏറ്റവും കൂടുതൽ അനുഭവിച്ചറിയുവാനിടയായി. ഒരു കാര്യം പറയാം, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഞങ്ങൾ താമസിച്ചിരുന്ന ബിൽഡിങ്ങിന്റെ 4th ഫ്ലോർ ആണെന്ന് തോന്നുന്നു. ഞങ്ങളുടെ ഫ്ലാറ്റ് തുറന്നിട്ട് നമ്മുടെ വീട്ടിൽ മാത്രമേ ഉള്ളൂ എന്നും പ്രേയർ. കത്തോലിക്ക സഭയിലെ പള്ളിയിലച്ചൻ വരെ, പുരോഹിതൻ വരെ നമ്മുടെ വീട്ടിലെ പ്രേയറിന് വരും. കമ്പനിയിലുള്ള വൈസ് പ്രസിഡന്റുമാർ മുതൽ ഉള്ള ഉദ്യോഗസ്ഥന്മാര് എന്നും വിളിച്ച്, അന്ന് ലാൻഡ് ഫോണേ ഉള്ളു വീട്ടിൽ, എന്നും വിളിച്ചിട്ട് എൻ്റെ ബിജിയോട് ചോദിക്കും, കോശി അവിടെ ഉണ്ടോ? എന്തിനാണെന്നറിയാമോ? അവർക്കെല്ലാം അറിയേണ്ടത് ഈ മിസൈലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയല്ലേ. നിങ്ങൾ ചിലരൊക്കെ കുവൈറ്റ് അന്നത്തെ വാറിനെ പറ്റി ഒത്തിരി പുസ്തകങ്ങൾ അനേകർ എഴുതിയിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ദ ഡീറ്റെയിൽസ് ഓഫ് വാർ ഇൻ 91 എന്നോ വല്ലതും അടിച്ചു കഴിഞ്ഞാൽ ഐ തിങ്ക് യു വിൽ ഗെറ്റ് ഇറ്റ്. എനിവേ, നമ്മുടെ വിഷയമല്ല അതൊന്നും. അപ്പോ എല്ലാവരും വിളിക്കുന്നത് എന്തിനാണെന്നറിയോ? എനിക്ക് ഈ മന്ത്രവാദികളുടെ കൂട്ട് വല്ല ലക്ഷണം പറയാൻ അറിയാമോ? കോശി എന്തായാലും ആദ്യം ഞാൻ ഈ അഭിഷേകത്തിൽ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നെ മാനസിക രോഗിയായിട്ടാണ് എൻ്റെ സഹപ്രവർത്തകരും എൻ്റെ മേലധികാരി ഇമ്മീഡിയറ്റ് ബോസും കണ്ടത്. എന്നാൽ എനിക്ക് അതിൻ്റെ സങ്കടമൊക്കെ അങ്ങ് പോയി. ഹോശേയ പ്രവചനം 9-ാം അധ്യായം 7-ാം വാക്യമാണെന്ന് തോന്നുന്നു സഹോദരങ്ങളെ. ഇടയ്ക്ക് മിസ് ചെയ്താൽ വിളിച്ചു പറയണേ, കേൾക്കുന്നില്ലെങ്കിൽ. കേട്ടോ സന്ധ്യ സിസ്റ്ററെ? താങ്ക് യു മോളെ. ഹല്ലേലൂയ. അപ്പോഴേ ഹോശേയ പ്രവചനം 9-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണാം, ആത്മപൂർണൻ ഭ്രാന്തനും പ്രവാചകൻ ഭോഷനുമെന്ന് എന്നാളിൽ സന്ദർശന നാളുകളിൽ നിങ്ങൾ അറിയും. അപ്പോൾ അനേകര് ഭ്രാന്തന്മാരും ഭോഷന്മാരും ആകാൻ നമ്മൾ പ്രാർത്ഥിക്കണം. അതാ കൊരിന്ത്യർ ലേഖനത്തിനകത്ത് പൗലോസ് അപ്പോസ്തലനൊക്കെ പറയുന്നത്, ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായി തിരഞ്ഞെടുത്തത്. ഞാൻ കേമിയാണെന്നും പറഞ്ഞുകൊണ്ട് ആത്മീയ ജീവിതം നയിച്ചു കഴിഞ്ഞാൽ നരകത്തിലേ പോവുള്ളൂ. താഴ്മ. ഞാൻ ICPF-ലൊക്കെ ക്ലാസ് എടുക്കുമ്പം പറയുന്നത് പോലെ സദൃശവാക്യം 22-4 നിങ്ങളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ, താഴ്മയ്ക്കും യഹോവാഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനെന്ന് വായിക്കരുത്, നിത്യജീവനെന്ന് വായിച്ചോണം. കാരണം യോഹന്നാൻ സുവിശേഷം എഴുതിയത് 21 അധ്യായം എഴുതിയത് എന്തിനാണെന്നറിയാമല്ലോ? നിത്യജീവനെ ഉയർത്താൻ വേണ്ടിയാണ്. യോഹന്നാൻ 10:10 പറയുന്ന പോലെ പിശാച് നമ്മുടെ പുറകെ നടക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ സകല നന്മകളും മോഷ്ടിപ്പാനും അറപ്പാനും
മുടിപ്പാനുമായിരിക്കുമ്പോൾ യേശു ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുന്നത് ജീവൻ തരാനല്ല, പിന്നെ സമർത്ഥമായ ജീവൻ തരാനാണ്. അത് അണ്ടർലൈൻ ചെയ്യണം. സമർത്ഥമായ ജീവൻ ഇല്ലെങ്കിൽ, നിന്റെ കയ്യിൽ സമർത്ഥമായി നന്മ പോക്കറ്റിൽ ഒരു 100 രൂപയില്ലെങ്കിൽ ഒരു 3 പേർക്ക് എങ്ങനെ നീ ചായ മേടിച്ചു കൊടുക്കും? കവലയിലിട്ടിറങ്ങുമ്പോൾ നല്ല ഡ്രസ്സും ഒക്കെ ഇട്ട് അവിടോട്ട് ചെന്ന് കഴിഞ്ഞാൽ വേറെ ഒന്നും ചോദിക്കത്തില്ലെങ്കിലും സാറേ ഒരു ചായ കുടിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 15 രൂപയും കൊണ്ട് നടന്നാൽ എനിക്കൊരു ചായയല്ലേ കുടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു 2 ചായ എങ്കിലും കൊടുക്കാൻ തക്കവണ്ണം ഉള്ള പൈസ നമ്മുടെ കയ്യിൽ ഇരിക്കണ്ടേ? ഇല്ലെങ്കിൽ അയ്യോ എൻ്റെ കയ്യിലെങ്ങും ഇല്ലെന്ന് പറഞ്ഞാൽ നീ പിന്നെ എന്തിനാ ഈ തെണ്ടി ഇങ്ങനെ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ചായ മേടിച്ചു തരാൻ ഇല്ലെങ്കിലും. അപ്പം ആ വാക്യം മറന്നു പോകരുത്. എന്നെ വളരെ വളരെ ബലപ്പെടുത്തിയ സദൃശവാക്യം എൻ്റെ ഫേവററ്റ് ബുക്കാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സദൃശവാക്യം തല്ലിക്കൊന്നാൽ മിക്ക വിശ്വാസികളും പഠിക്കുകയില്ല. അതിനവർ പറയുന്ന വ്യാഖ്യാനം എന്താണെന്നറിയാമോ? ശലോമോന്റെ പേരെഴുതി വന്നപ്പം, വിശ്വാസികളുടെ പേരെഴുതി വന്നപ്പോ എന്തോ എഴുതിയില്ല, ശലോമോന്റെ പേര് വിട്ടുകളഞ്ഞു പോലും. ഓരോ വേദപണ്ഡിതന്മാർക്ക് കിട്ടുന്ന ദുർവ്യാഖ്യാനങ്ങൾ, പിശാചിനാൽ കിട്ടുന്ന ദുർവ്യാഖ്യാനങ്ങളാണ് ഇത്തരത്തിലുള്ളത്. എന്നാൽ ശലോമോന് കിട്ടിയ അത്രയും ജ്ഞാനം വേറെ ആർക്കെങ്കിലും കിട്ടിയോ മക്കളെ? 1-ാം അധ്യായം 7-ാം വാക്യത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. സദൃശവാക്യം 1:7. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാണ്. പോഷന്മാര് പ്രബോധനങ്ങളും ഇൻസ്ട്രക്ഷൻസ് ആൻഡ് അതെ ഞാൻ കൃത്യമായിട്ട് മറന്നുപോയി, ക്ഷമിക്കണം. അപ്പം യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമേ ആകുന്നുള്ളൂ. ഞാൻ ചലഞ്ച് ചെയ്ത് നിങ്ങളോട് പറയാം, ആർക്കെങ്കിലും പരിജ്ഞാനം കുറവാകുകയാണെങ്കിൽ, ഈ പ്രായോഗിക ക്രിസ്തീയ ജീവിതം നയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നിങ്ങൾ ഇന്ന് തൊട്ട് മറ്റ് വചന പഠനത്തോടുകൂടെ ഈ പ്രോവർബ്സ് 31 അധ്യായവും വായിക്കണം. എന്തായാലും ഉറപ്പായിട്ടും 31-ാമത്തെ അധ്യായത്തിൽ ചെല്ലുമ്പം അതിന്റെ 10 തൊട്ടുള്ള വാക്യങ്ങൾ കിടക്കുന്നത് ഒരു മര്യാദയ്ക്കുള്ള ഭാര്യയെ കുറിച്ചാണ്, ഒരു നല്ല അമ്മയെ കുറിച്ചാണ്, ഒരു നല്ല മകളെ കുറിച്ചാണ്. ഒന്ന് പഠിക്കാൻ പറ്റുമോ? അത് ഇനി വേറെ ആളെ നോക്കിയാൽ മതി എന്നുള്ള രീതിയിലാണ് എനിക്ക് കിട്ടുന്ന പ്രതികരണം. എന്തായാലും ഹല്ലേലൂയ. ആ നിലയിൽ അപ്പം നിങ്ങൾ ചിലർ പറയും അത് പഴയ നിയമത്തിലല്ലേ അങ്കിളെ എന്ന് എന്നോട് ചോദിക്കാറുണ്ട്. അപ്പം യാക്കോബിന്റെ ലേഖനത്തിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? സഹോദരന്മാരെ, എന്നെ കേൾക്കുന്നവരെ, നിങ്ങളിൽ ഒരുവന് ജ്ഞാനം കുറവാണെങ്കിൽ ആരുടെയെങ്കിലും അടുത്ത് പോകാൻ പറഞ്ഞില്ല, ദാനമായി സൗജന്യമായി തരുന്ന കർത്താവിന്റെ അടുത്തോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടില്ലേ? നമ്മള് എല്ലാ ഓൺലൈനിലോ സൂമിലോ കൺവെൻഷനിലോ വലിയ കൃപാവരപ്രാപ്തന്മാർ വരുന്നും പറഞ്ഞ് അവരുടെ പുറകെയൊക്കെ ഓടുന്നത് നല്ലതാ, ഞാൻ അതിനൊന്നും എതിരല്ല. പോയി അനുഭവിച്ചോ. ഹല്ലേലൂയ. ചിലർക്ക് കിട്ടിയെന്നിരിക്കും, ചിലർക്ക് കിട്ടിയില്ലെന്നിരിക്കും. അവിടെ ചെന്നിട്ടൊരു കുന്തവും നടന്നില്ലെന്ന് പിന്നെ പറഞ്ഞുകൊണ്ട് പരിഹാസവും പറഞ്ഞുകൊണ്ട് നടക്കും. എന്നാൽ തളർന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ മുട്ടുമ്മേ ഇരിക്കാമോ? അയ്യോ അങ്കിളെ, അതെങ്ങനെയാ അങ്കിളെ മുട്ടുമ്മേ ഇരിക്കുന്നേ? എൻ്റെ മുട്ട് മാറ്റി വെച്ചതാണെന്ന് പറയും ചിലര്. ചിലര് പറയും മുട്ട് മാറ്റാൻ പോവാണെന്ന് പറയും. അതിൻ്റെ എല്ലാം കാരണം എന്താണ് പറയാം? മുട്ടുമ്മേ ഇരിക്കുന്ന സ്വഭാവം നഷ്ടപ്പെട്ടു പോയി. മുട്ടുമ്മേ കൃപയാൽ അങ്കിളിന് ഇരിക്കാൻ പറ്റുമോ? ഇരിക്കാൻ പറ്റും. 72-ാമത്തെ വയസ്സിലും മുട്ടുമ്മേ ഇരുന്നാണ് പ്രാർത്ഥിക്കുന്നതിൽ എനിക്ക് കൂടുതൽ സന്തോഷം. എന്നാൽ ചിലപ്പോൾ ശരീരക്ഷീണമൊക്കെ വന്നു പോവും. അന്നേരം എന്നെ കയറി പിടിക്കരുത്, എന്നോട് പറയരുത് അങ്കിൾ ഇങ്ങനെ പ്രസംഗിച്ചേച്ച് ഇപ്പം താഴെ കസേര ഇരുന്ന് പ്രാർത്ഥിക്കുന്ന കണ്ടല്ലോ എന്നൊന്നും പറഞ്ഞുകൊണ്ട് വരരുത്. വന്നാൽ അതിന് ഞാൻ മറുപടി തരും അന്നേരം. ഹല്ലേലൂയ. അതുകൊണ്ട് വാത്സല്യ സഹോദരങ്ങളെ, നമുക്കറിയാം നമ്മൾ എല്ലാവരെയും പഠിപ്പിക്കും, പ്രസംഗിക്കും. പക്ഷെ അത് നമ്മുടെ ജീവിതത്തിലുണ്ടോ? കുടുംബത്തിൽ സാക്ഷ്യമുണ്ടോ? ഭാര്യയും ഭർത്താവും തമ്മിൽ ഐക്യതയുണ്ടോ? മാതാപിതാക്കന്മാരും മക്കളും തമ്മിൽ? പിന്നെ ഇതില്ലാതെ നമ്മളിങ്ങനെ പ്രസംഗിച്ചാൽ എൻ്റെ കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക എന്നാൽ നീയും നിന്റെ അപ്പനും രക്ഷപ്പെടുമെന്നല്ല എഴുതി വെച്ചേക്കുന്നത്, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്നാണ്. ഞാൻ ചിലയിടത്തൊക്കെ ചെന്ന് അല്പമായിട്ടൊക്കെ വചന ശുശ്രൂഷയ്ക്കൊക്കെ ദൈവം എനിക്ക് അവസരങ്ങൾ തരുമ്പോൾ, അധികം ആരും തരത്തില്ലെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇങ്ങനെയൊക്കെ പ്രസംഗിക്കാനും സാക്ഷ്യം പറയാനും നടന്നു കഴിഞ്ഞാൽ അനേകര് മുഖം മറച്ചു കളയും. എനിക്കറിയാം, ഈ നടുക്കണ്ടത്തിലോട്ട് ഞാൻ താമസിക്കുന്നത് എൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ്, ഒരു ജംഗ്ഷനാണ്. 91 തൊട്ട്
ആ ജംഗ്ഷനിൽ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നുണ്ട്. അന്ന് പറഞ്ഞ സുവിശേഷം അതിനേക്കാൾ ശക്തിയോടെയും ആഴത്തിലുമാണ് ഇന്നും പറയുന്നത്. എന്നാൽ 2 3 കള്ളുകുടിയൻ ചെറുക്കന്മാരുണ്ട്, ഓട്ടോ ഡ്രൈവർമാരാണ്. അവന്മാർക്ക് എന്നെ കാണുന്നത് ഭയങ്കര അരിശമാണ്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മുഖം അങ്ങ് തിരിച്ചു കളയും, ഒരു വെട്ടിയൊരു തിരി അങ്ങ് തിരിക്കും. അന്നേരവും ഞാൻ ചിരിക്കുമ്പോൾ എൻ്റെ ഭാര്യ പറയും, പപ്പ അവർക്ക് കുറെ കൂടെ ദേഷ്യം വരത്തില്ലേ പപ്പ ചിരിക്കുമ്പം? ഞാൻ പറഞ്ഞു, അവരെ നോക്കിയല്ലല്ലോ ഞാൻ ചിരിച്ചേ. എന്നാലും പപ്പയെ കാണുമ്പോൾ അവർക്ക് ദേഷ്യമല്ലേ. കാരണം കള്ളു കുടിക്കുന്നവന് 10 പൈസ ഞാൻ കൊടുക്കത്തില്ല. അടുത്തുള്ള ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു, അവിടുത്തെ പൈസ ഞാൻ കൊടുത്തോളാം എന്ന് പറയും. അത് അവർക്ക് ഇഷ്ടമല്ല, കള്ളുകുടിയന്മാർക്ക് അത് ഇഷ്ടമല്ല. അപ്പൊ അങ്ങനെ അവർക്ക് എന്നെ മതിരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യാത്ത അവസ്ഥയിലാണ് മിക്ക സ്ഥലങ്ങളിലും ഉള്ള ഒരനുഭവം. സ്തോത്രം. എന്തെങ്കിലും ആയിക്കോട്ടെ, ആദ്യമേ നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് എല്ലാവരെയും ഫ്രണ്ട്സാക്കി കൊണ്ടുപോകാൻ പറ്റത്തില്ല. ലോകത്തിന്റെ സ്നേഹിതനാകാൻ ജീവിച്ചാൽ, ആഗ്രഹിച്ചാൽ നമ്മൾ ദൈവത്തിന്റെ ശത്രുവായി തീരും. അന്ന് വേദോത്സവം പറയുന്ന എൻ്റെ ഉപദേശമല്ല. അപ്പോ വീണ്ടും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചിന്തിച്ചു നോക്കണം. എൻ്റെ ക്രിസ്തീയ ജീവിതം കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നത് പോലെ, ഹല്ലേലൂയ, നിങ്ങൾ നിങ്ങളെ തന്നെ പരിശോധിച്ച് നോക്കണ്ടേ? നമ്മൾ നമ്മളെ തന്നെ പരിശോധിച്ച് നോക്കണ്ടേ? ഞാൻ ഈ വചനം കേട്ടുകൊണ്ട് നടക്കുന്നു, കേൾക്കുന്ന മാത്രമാണേലും കുഴപ്പമില്ല, ഞാൻ ഈ വചനവും പഠിപ്പിച്ചുകൊണ്ട് നടക്കുന്നു. എന്നിട്ട് അപ്പം 7-ാം സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ, നീതിമാനായ ദൈവം ഹൃദയങ്ങളെയും ആന്തരിന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നു. എബ്രായർ 4:12 നമ്മൾ വായിക്കുന്നു, ഇതെന്താ കയ്യിലിരിക്കുന്നത്? ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയ. ഈ മുറ്റത്ത് നിന്ന കറണ്ട് കമ്പിയിലും ഒക്കെ മുട്ടുന്ന 2 വൃക്ഷങ്ങള് ദൈവകൃപയാല് വളരെ നാളത്തെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് 2 പിള്ളേർ വന്ന്, ഒരു വേണു, ഒരു കത്തോലിക്ക പയ്യനും ഒരു ഹിന്ദു പയ്യനും കൂടെ ഇവിടെ വന്ന് കൃപയാൽ മരം മുറിച്ചു തന്നു. ഞാൻ എന്താ മരം മുറിയെ കുറിച്ച് രാവിലെ നിങ്ങൾ തന്ന സമയത്തിൽ പറയുന്നത് പറയാം, എന്തുകൊണ്ടാണെന്ന്. ഈ വിതിൻ ഷോർട്ട് ടൈം ഞാനത് പറയട്ടെ. അതായത് ആ കുഞ്ഞുങ്ങള് ഇവിടെ വന്നു, ഈ മരം മുറിക്കുമ്പോൾ അവർ കൊണ്ടുവന്നത് വളരെ ഷാർപ്പായിട്ടുള്ള കത്തിയാണ്, വെട്ടുകത്തിയാണ്. എന്നിട്ട് ഹല്ലേലൂയ ഇവിടെ വെച്ച് അരം വെച്ച് പിന്നെയും അവരതിനെ ഷാർപ്പൻ ചെയ്യുന്നത് ഞാൻ കണ്ടു. എന്തിന്? ആ മരത്തെ ഓരോ വെട്ടുമ്പോൾ, അതിൻ്റെ ചില്ലകളെ ഓരോ വെട്ടുമ്പോൾ, പ്രിയ സഹോദരങ്ങളെ, അത് നല്ല. അപ്പൊ ഞാൻ, പരിശുദ്ധാത്മാവ് എന്നോട് ചോദിച്ചു, നീ ഒരു വചനം പറയുമ്പോൾ ഇതുപോലെ വെട്ടപ്പെടുന്നുണ്ടോ മോനെ? ഇസ് ഇറ്റ് ഗെറ്റിംഗ് പിയേഴ്സിങ് ഇൻടു, getting cut into the heart of the people, those who are sinful people? എന്ന് പരിശുദ്ധാത്മാവ് എന്നോട് ചോദിച്ചു. എന്തായാലും ഒരു പ്രിയപ്പെട്ടവന്റെ പേര് വേണു എന്നാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അവനെ ഓർത്ത് പ്രാർത്ഥിക്കണം. അവർ 2 പേരും ഹല്ലേലൂയ ആ വൃക്ഷങ്ങൾ വെട്ടി കൊണ്ടുപോയി. ദൈവത്തിന്റെ കൃപയാൽ 10 പൈസ ഇങ്ങോട്ട് തരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. ഹല്ലേലൂയ, അവർക്ക് അങ്ങോട്ട് കൊടുക്കേണ്ട തരത്തിലാണ് ലോകത്തിലെ കാര്യങ്ങൾ പോകുന്നത്. ഇവിടെ ആ മരങ്ങൾ, അതുപോലുള്ള മരങ്ങൾ ഇതിൻ്റെ മുന്നേ നിന്നപ്പോൾ ഹല്ലേലൂയ, അത് ഞാൻ പ്രായോഗികമായ ചില സാക്ഷ്യങ്ങളും കൂടെ പറയാൻ എന്നെ അനുവദിക്കണം. അപ്പോൾ എന്നോട് എൻ്റെ ആത്മീയ സഹോദരങ്ങളും അല്ലാത്ത പ്രിയപ്പെട്ടവരും ഇവിടെ വന്നിട്ട് എന്നോട് പറയാ, ആ അങ്കിളെ, ഈ മരം കൊടുത്തു കഴിഞ്ഞാൽ, ഒരു മാവായിരുന്നു, ഈ മരം കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് അങ്കിളിന് എങ്ങനെയാണെങ്കിലും ഒരു 10,000 രൂപ അവർ തരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ദൈവമേ, 10,000 വേണ്ട, 1,000 വേണ്ട, ഇത് ഈ അപ്പുറത്തെ വീട്ടുകാരുടെ വീടിന്റെ മണ്ടയിൽ കിടക്കുന്ന ഇതൊന്ന് വെട്ടിക്കൊണ്ട് പോയിരുന്നെങ്കിലെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാനും എൻ്റെ വിജയുടെ കാര്യമായി പറയുന്നത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളാരും ഞങ്ങളുടെ കൂട്ടത്തിലില്ല ഇപ്പോൾ. ഹല്ലേലൂയ. അപ്രിയപ്പെട്ടവരെ, അവര് ആരാണ്ട് വന്നു, 2 പേരും കൂടെ ആലോചിച്ചിട്ട് പറയാ, സാറേ, ഒരു 12,000 രൂപ ഞങ്ങൾക്ക് തരാമെങ്കിൽ ഞങ്ങൾ ഇത് വെട്ടിമാറ്റിക്കോളാം. എങ്ങനെയുണ്ട്? അതാണ് ഈ കേരളത്തിലെ ഇന്നത്തെ അവസ്ഥ. അത് പോട്ടെ, അതിലേക്കൊക്കെ കൂടുതൽ ഞാൻ കടക്കുന്നില്ല. എന്നാൽ ഈ കുഞ്ഞുങ്ങള് ഈ 2 ദിവസം മുമ്പ്, 3-4 ദിവസം മുമ്പ് ഞങ്ങൾ അനുഭവിച്ച വ്യഥ. അപ്പം ചോദിക്കും, അങ്കിളിന് മാത്രമേ ഉള്ളൂ? അല്ല. 16 യോഹന്നാൻ 16:33 കർത്താവ് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. കർത്താവ് കഷ്ടമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഷ്ടം ഇല്ലാതിരിക്കാനായിട്ട് പറ്റുമോ?
വരുന്നവനും പോകുന്നവനും ഒക്കെ ഹല്ലേലൂയ ദൈവമക്കളാണെങ്കിൽ അവനെ ഒന്ന് 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 ഡിസ്റ്റർബ് ചെയ്യാൻ നോക്കുമെന്നുള്ളത് വചനത്തിൻ്റെ നിവൃത്തിയാണ്. ഓക്കെ, എനിവേ അതിൻ്റെ നടുവിലും നമ്മൾ പ്രാർത്ഥനയിൽ ഓർക്കുന്നത് പോലെ അനർത്ഥം വ്യസനഹേതുവാകുവാൻ ദൈവം ഇടയാക്കുകയില്ല. അതാണ് നമുക്കുള്ള പ്രിവിലേജസ് ഓഫ് ബോൺ അഗെയിൻ ക്രിസ്ത്യൻസ്. അനർത്ഥം നമ്മുടെ കൂടപ്പുറപ്പ് പോലെ നമ്മുടെ കൂടെ കാണും. ബട്ട് ഹി വിൽ നെവർ അലൗ യു ടു ഗെറ്റ് ഇൻ ടു എ ട്രാജഡി ഓർ എ ഡിസാസ്റ്റർ ആസ് സച്ച്. ഒരു ദുഃഖകരമായ അവസ്ഥയിലേക്ക് പോകുവാൻ ദൈവം നിന്നെ ഒരിക്കലും വിട്ടുകൊടുക്കുകയില്ല. നമ്മൾ ആരാണ്? എൻ്റെ അടുക്കൽ വരുന്ന ആരെയെങ്കിലും ഞാൻ അനാഥരായിട്ട് വിടുമോ എന്ന് അപ്പച്ചൻ സുവിശേഷത്തിൽ, യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. 34 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു, അവങ്കിലേക്ക് നോക്കിയവരുടെ മുഖം പ്രകാശമാനമായി ലജ്ജിച്ചു പോകുവാൻ അവൻ ഇടയാക്കിയതും ഇല്ല. എന്നിട്ട് ഈ കുഞ്ഞുങ്ങൾ വന്നിട്ട് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് പെർമിഷൻ മേടിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അങ്ങോട്ട് ചാഞ്ഞു കിടക്കുന്ന കൊമ്പുകൾ വെട്ടിമാറ്റേണ്ടത്. നിങ്ങൾ പ്രായോഗികമായിട്ട് അനുഭവിച്ചിട്ടുള്ളവർക്ക് അറിയാം, ഇല്ലെങ്കിൽ അനുഭവിക്കുമ്പോൾ അറിയാം. ഇന്ന് ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ നമ്മളെപ്പോലെയുള്ള പ്രത്യേകിച്ചും ഹല്ലേലൂയ മക്കള് ഒരു കാര്യത്തിന് പോയാൽ നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇമ്പോസിബിൾ ഓർ നെക്സ്റ്റ് ഇമ്പോസിബിൾ. അസാധ്യമെന്നൊരു കാര്യമുണ്ടെങ്കിൽ നമ്മളെപ്പോലുള്ള മക്കള് ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് പോയി ഒരു കാര്യം സാധിച്ചെടുക്കുക. ദുഃഖത്തോടു കൂടെ പറയുക, പരിഹസിച്ച് പറയുകയല്ല. മീഖാ പ്രവചനം 7-ാം അധ്യായത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇന്നത്തെ ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചും അവരുടെ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ പ്രോബ്ലം മുഴുവൻ മീഖാ പ്രവചനം 7-ാം അധ്യായത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നില്ല. വളരെ വേദനയോടെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കുകയും ആ വർഗത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയല്ലാതെ നിവൃത്തിയില്ല. കർത്താവ് പറഞ്ഞു, നിങ്ങൾ മൂർഖന്മാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം, ശത്രുക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓപ്ഷൻ ഇല്ല. നമ്മൾ കർത്താവെ അങ്ങ് ആഗ്രഹിക്കുന്ന തരത്തിൽ ഈ തരത്തിലുള്ള വർഗത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുവാനുള്ള ഒരു പുതിയ ഹൃദയത്തെ എനിക്ക് തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയല്ലാതെ നമ്മൾ എന്ത് ചെയ്യുക? അനുസരിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 5:17, ഞാൻ വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നെന്ന് എനിക്കറിയാം, മരം വെട്ട് തീർത്തില്ല എങ്കിലും തിരിച്ചു വരാം. 2 കൊരിന്ത്യർ 5:17 നിങ്ങൾക്കെല്ലാം അറിയാവുന്ന വാക്യം എന്താണ്? ഹല്ലേലൂയ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവനൊരു പുതിയ സൃഷ്ടിയാണ്. അത്രയും പറയും എല്ലാവരും. അങ്ങനെയാണോ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്? അല്ല, ആഴത്തിൽ പഠിക്കണം. 17-ാം വാക്യം മനസ്സിലാകണമെങ്കിൽ 2 കൊരിന്ത്യർ 5:17 വാക്യം ഗ്രഹിക്കണമെങ്കിൽ 16ഉം 18ഉം വാക്യങ്ങൾ പഠിക്കാനുള്ള വിനയം ഉണ്ടായിരിക്കണം. ഞാൻ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ പറയുന്ന പോലെ, നിനക്ക് ഭക്തിയൊന്നും അല്ല ആവശ്യം, നിനക്ക് പള്ളിയിൽ പോകുന്നതല്ല, ചർച്ച് പെന്തക്കോസ്ത് ഹാളുകളിൽ പോകുന്നതല്ല ആദ്യമായിട്ട് ആവശ്യമായിരിക്കുന്നത്. പിന്നെന്താണ്? നമ്മൾ വായിച്ചതുപോലെ താഴ്മയ്ക്കും യഹോവ ഭക്തിക്കുമുള്ള പ്രതിഫലം എന്ന് പറഞ്ഞതുപോലെ ഫസ്റ്റ് നമുക്ക് ഹ്യൂമിലിറ്റി, താഴ്മയുള്ളവരെ അനുഗ്രഹിക്കുന്ന ദൈവം എന്ന് പറഞ്ഞാൽ താഴ്മയും അനുസരണവും ഉണ്ടെങ്കിൽ മാത്രമേ നിനക്കൊരു വിശ്വാസിയാകാൻ പറ്റത്തുള്ളൂ. അല്ലാതെ വിശ്വാസം എന്നും പറഞ്ഞ് എബ്രായ ലേഖനം 11-ാം അധ്യായം പ്രസംഗിച്ചുകൊണ്ട് നടന്നിട്ടൊന്നും ഞാനും നീയും വിശ്വാസിയാകത്തില്ല മക്കളെ. അപ്പൊ ആദ്യമേ എനിക്ക് താഴ്മയുണ്ടോ, എനിക്ക് വിനയമുണ്ടോ, ദൈവഭയമുണ്ടോ? ഉണ്ടെങ്കിൽ ദൈവം നിന്നെ അങ്ങോട്ട് കൊണ്ടുപോയിക്കോളും. അതുകൊണ്ടാണ് യോഹന്നാൻ 15:16 നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ പ്രോമിസ് അവിടെ കിടപ്പുണ്ട്. നിങ്ങൾ എന്നോട് ചോദിക്കുന്നതൊക്കെയും ലഭിക്കുവാനായിട്ട് തന്നെ, കിട്ടുവാനായിട്ട് തന്നെ. അപ്പൊ നമ്മൾ വേഗം ആ വചനത്തെ മാത്രം പിടിക്കും. ഞാൻ എന്ത് ചോദിച്ചാലും ദൈവം തന്നു, ഇന്നാളില് അത് തന്നു, ഇത് തന്നു, അവർക്കത് കൊടുത്തു. വെറുതെ കള്ളത്തരം പറയരുത്. ദൈവം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. യോഹന്നാൻ 14:13 പറയുന്നു, ഹല്ലേലൂയ, പിതാവ് പുത്രനിൽ മഹത്വപ്പെടുമെങ്കിൽ, പിതാവ് പുത്രനിൽ മഹത്വപ്പെടുമെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് തരും. പല പ്രാർത്ഥനയ്ക്കും കണ്ണുനീരോടെ വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്നവരാരെങ്കിലും ഇതിനകത്ത് ഇരിപ്പുണ്ടോ? ഒരു ചോദ്യം ചോദിക്കണം സ്വന്തമായിട്ട്, എൻ്റെ ജീവിതം കൊണ്ട് പിതാവ് പുത്രനിൽ മഹത്വപ്പെടുന്നുണ്ടോ അതോ ദുഷിക്കപ്പെടുന്നുണ്ടോ? രണ്ടും ചോദിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ നമുക്കൊരു സദൃശവാക്യം 28
13:9 ഇങ്ങനെ പറയുന്നു, 9 ഇങ്ങനെ പറയുന്നു, ന്യായപ്രമാണത്തിന് ചെവി കൊടുക്കാതെ പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥന ദൈവത്തിന് അറപ്പാണ്, വെറുപ്പാണ്. അപ്പം അങ്ങനെ ആഴങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ റിപ്പൻറ്റൻസ്, നമ്മുടെ മാനസാന്തരം ദൈവവചനപ്രകാരമാണോ? അങ്ങനെ മാനസാന്തരപ്പെട്ടിട്ട് സ്നാനപ്പെട്ടത് കൊണ്ടേ പ്രയോജനമുള്ളൂ. അങ്ങനെ നിലവിളിച്ചുകൊണ്ട് നടക്കുമ്പോൾ പണ്ടത്തെ നമ്മുടെ പിതാക്കന്മാർ പഠിപ്പിച്ചതുപോലെ നമുക്ക് കാത്തിരിപ്പ് ആവശ്യമാണ്. കാത്തിരിപ്പ് യോഗം എന്ന് പറയുന്ന ഒന്ന് നിങ്ങൾ ചെറുപ്പക്കാരും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പ്രായമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ കേൾക്കും, മനസ്സിലാവും. വെയിറ്റ് അപ്പോൺ ദ ലോർഡ്. കർത്താവ പറഞ്ഞത്, നിങ്ങൾ ഓടി നടക്കരുത്. നിങ്ങൾ ഉയരത്തിലെ ശക്തി ലഭിക്കുന്നത് വരെ നിങ്ങൾ എവിടെ ഇരിക്കണം? വീട്ടിലേ ഇരിക്കാൻ സൗകര്യമുള്ളെങ്കിലും കുഴപ്പമില്ല. വേറെ ഈ ആശുപത്രിയിലാണെങ്കിൽ, ഞങ്ങളൊക്കെ ആശുപത്രിയിൽ കിടന്നു ദൈവത്തിൻ്റെ കൃപയാൽ. അതുകൊണ്ട് ആശുപത്രി കിടക്കുന്ന രോഗികൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാനും ഹല്ലേലൂയ ഒരു കണ്ണുനീരുള്ളത്. സ്തോത്രം. രോഗികൾക്ക് വേണ്ടിയും സാമ്പത്തികമായിട്ട് കഷ്ടത അനുഭവിക്കുന്നവർക്കും ഈ ദൈവദാസന്മാരെന്ന് പറയപ്പെടുന്നവര് ഈ ദൈവനാമം ദുഷിക്കത്തക്ക തരത്തിൽ അവിടെയും ഇവിടെയും വാർത്തകൾ കേൾക്കുമ്പോൾ ദൈവമേ എന്ന് നിലവിളിക്കുകയല്ല നമ്മൾ എന്ത് ചെയ്യുന്നു? അവരെ ആരെങ്കിലും നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ? നമ്മളോട് കറക്റ്റ് ചെയ്യണമെന്ന് ദൈവം പറഞ്ഞിട്ടുമില്ല. കാരണം വിളിക്കപ്പെട്ടവരെ കൈകാര്യം ചെയ്യാൻ ദൈവത്തിന് അറിയാം. അതിന് നമ്മുടെ ആരുടെയും സപ്പോർട്ടൊന്നും വേണ്ട. നമ്മൾ കുറഞ്ഞ പക്ഷം അത് വിമർശനം പറയാതെ അങ്ങ് നടന്നു പോയാൽ, അങ്ങ് യാത്ര ചെയ്താൽ മതി പ്രാർത്ഥിച്ചുകൊണ്ട്. കഴിയുമെങ്കിൽ ഒരു വിമർശന വാക്കും. കാരണം കർത്താവ് ചോദിച്ചിട്ടുണ്ട്, നിന്റെ കണ്ണിൽ കോലിരിക്കുമ്പം നീ സഹോദരന്റെ കണ്ണിലെ കരടുക്കാൻ പോവുകയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. തന്നെയുമല്ല, എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ലൂക്കോസ് 12:47 ഞാനൊന്ന് പറയുകയാണ്. അതിങ്ങനെയാണ്. ദൈവത്തിൻ്റെ വാക്യം ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ലെങ്കിലും അധികം ലഭിച്ചവനോട് ദൈവം അധികം ചോദിക്കുമെന്നുള്ള അർത്ഥത്തിലുള്ള വാക്യമാണ്. എന്നാൽ കൃത്യമായിട്ട് പറയുന്നത് വളരെ അടി കൊള്ളുമെന്നുണ്ട്. അപ്പം ദൈവമക്കൾ പലപ്പോഴും ഭയങ്കരമായ അടി കൊള്ളുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം ഈ പറഞ്ഞ ലൂക്കോസ് 12:47 വായിച്ചു നോക്കിയാൽ മതി. ഇങ്ങനെയാണ്. ഇപ്പൊ എനിക്ക് കിട്ടി. യജമാനന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ഒരുങ്ങാതെയും യജമാന്റെ ഇഷ്ടം ചെയ്യാതെയും ഇരിക്കുന്നവന് വളരെ അടി കൊള്ളും. അങ്ങനെ എഴുതിയത്. ഞാൻ നോക്കി, കർത്താവെ അടി കൊള്ളൂ എന്ന് എഴുതിയാൽ പോരായിരുന്നോ? പറ്റുകയില്ല. വളരെ അടി കൊടുത്താണെങ്കിലും ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ ഓഫീസിൽ നിന്ന് വരുമ്പോൾ കുസൃതി കണ്ട് ബിജി എന്നോട് സങ്കടവും പരാതിയും എല്ലാം കൂടെ പറയുമ്പോഴത്തേക്ക് അവിടെ വടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ബെൽറ്റ് ഊരി അടിച്ചിട്ടുണ്ട് സഹോദരങ്ങൾ. അതിൽ മിടുക്കാണെന്ന് പറയുകയല്ല, എന്നോട് ക്ഷമിക്കണം. അതുകൊണ്ട് ആ ദേഷ്യം കൊണ്ടൊക്കെ ആയിരിക്കും എൻ്റെ സോണിയ മോള് ഇപ്പം കാനഡയിൽ ജീവിക്കുന്ന, കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന ആൻഡ്രൂ ഒമാക് മിനിസ്ട്രിയിലെ ഒരു ഹല്ലേലൂയ ഉത്തരവാദിത്വമുള്ള ഒരു പോസ്റ്റിലാണ്. MPhil പഠിച്ചത് കൊണ്ടും അഭിഷേകം ഉള്ളത് കൊണ്ടും അവർക്ക് ഹല്ലേലൂയ അവിടെ ദൈവം അവർക്ക് രണ്ടുപേർക്കും, ഭാര്യയ്ക്കും ഭർത്താവിനും, അവിടുത്തെ ശുശ്രൂഷകളിൽ ദൈവം അവസരം കൊടുത്ത ആ പൊന്നുമോള്, ആ കള്ളിക്കുട്ടി എന്നെ കുഞ്ഞുനാളിൽ വിളിച്ചില്ലെങ്കിലും അവളുടെ കൂട്ടുകാരികളോട് അവൾ പറഞ്ഞു, എൻ്റെ പപ്പയുടെ സ്വഭാവം ഹിറ്റ്ലറുടെ സ്വഭാവം പോലെയാണ്. ആരുടെ? ഹിറ്റ്ലർ. സോഷ്യൽ സ്റ്റഡീസ് പഠിച്ചിട്ടുള്ളവർ കേട്ടിട്ടുണ്ടല്ലോ ഹിറ്റ്ലർ എന്നൊക്കെ. അയാൾ നല്ല മനുഷ്യനൊന്നും അല്ലായിരുന്നു. ഞാൻ അങ്ങനെയൊന്നും ഇടപെടാൻ പാടില്ലായിരുന്നു പിന്നീട് എനിക്ക് മനസ്സിലായി. ഇന്ന് ഞാൻ 46-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിൽ പറയുന്ന പോലെ മക്കളുടെയും കൊച്ചുമക്കളുടെയും ഒക്കെ അടുത്ത് പലപ്പോഴും മിണ്ടാതിരിക്കുകയാണ്. കാരണം പിള്ളേർ പറയും പപ്പയ്ക്ക് ഒന്നും അറിയത്തില്ലെന്ന്. നിങ്ങളും അത് അനുഭവിക്കുന്ന മാതാപിതാക്കന്മാർ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണ് ഇപ്പോൾ. ഞാൻ അതിനകത്തോട്ടൊന്നും കയറുന്നില്ല. എന്നിരുന്നാൽ പോലും നമുക്കതുമല്ലോ അറിയാം. AI കാലമാണ് ഇപ്പോഴെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. AI എവിടെയെല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എല്ലാം വരുന്നതിനെ കുറിച്ച് അത്ഭുതപ്പെടുകയൊന്നും വേണ്ട ആരും. കാരണം ഇത് വന്നില്ലെങ്കിൽ വചനം നിവൃത്തിയാകത്തില്ല. ഞാൻ ഹല്ലേലൂയ സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ സമയം 21 ആയി. എൻ്റെ ഫോണിൽ 7:21 7:30 ആവുമ്പോൾ ഞാൻ നിർത്തണം. അതാണ് ഡിസിപ്ലിൻഡ് ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത്. ചിലർ എന്നോട് പറയും, അയ്യോ ഈ പാസ്റ്ററിന്റെ കയ്യിലാണോ മൈക്ക് കൊടുത്തത്?
ഇനി ഇങ്ങേര് നിർത്തത്തില്ല എന്ന് പറയുന്ന ഗതികേടൊന്നും നമുക്കാർക്കും വരരുത്. ഒരാള് നമ്മൾക്കൊരു അവസരം തന്നാൽ അത് പറയുന്നത് 100% പാലിക്കുവാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. കാരണം കർത്താവ് അങ്ങനെയായിരുന്നു. കർത്താവിന് ആരോ പറയുന്നത് കേട്ടു, കർത്താവ് ചിരിച്ചു കണ്ടിട്ടില്ലെന്ന്. കാരണം ഹിസ് ലൈഫ് വാസ് സച്ച് എ മച്വേർഡ് ലൈഫ് ഡിസ്പ്ലേഡ് ഇൻ ഫ്രണ്ട് ഓഫ് അസ്. അതുകൊണ്ടല്ലേ എഴുതി വെച്ചിരിക്കുന്നത്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് എൻ്റെയും നിന്റെയും ഓട്ടം സ്ഥിരതയോടുകൂടെ ഓടണമെന്നാണ്. ഞാൻ ഒന്ന് രണ്ട് കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം പ്രിയപ്പെട്ടവരെ. ഞാൻ മരംവെട്ടിന്റെ കാര്യം പറഞ്ഞു. ഇന്ന് ആ 2 കുടുംബങ്ങളും ഹല്ലേലൂയ 2-3 ദിവസത്തെ ഞങ്ങളുടെ സഹകരണത്തിനോടൊപ്പം അവരിന്ന് ദൈവ സ്നേഹത്താൽ പിടിക്കപ്പെട്ടു കഴിഞ്ഞു. സകല മഹത്വവും കർത്താവിന്. ആരെ കണ്ടാലും ഒരു ലഘുലേഖയെങ്കിലും എടുത്തു കൊടുക്കുവാനുള്ള കൃപ ദൈവം എൻ്റെ മേൽ പകർന്നിരിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവളും, ഞങ്ങൾ യാത്ര പോകുമ്പോഴൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യും, ഞാൻ വണ്ടി സ്ലോ ആക്കി ഒരാളിനെ കാണുമ്പോൾ അവിടെ വണ്ടി സ്ലോ ചെയ്ത് ബ്രേക്ക് ചെയ്യും. അപ്പോഴത്തേക്ക് ഗ്ലാസ് തുറന്ന് എൻ്റെ പ്രിയപ്പെട്ടവള് അവരുടെ കയ്യിൽ അങ്ങ് നീട്ടി കൊടുക്കും. എന്താ? ഈ ലഘുലേഖ. അപ്പൊ അവര് വിചാരിക്കും ഒരു കാറേലും ഒക്കെ വന്ന് കണ്ടിട്ട് കുഴപ്പമില്ല, ഒരു ഭാര്യയും ഭർത്താവുമാണല്ലോ, വല്ല നല്ല കാര്യം, വല്ല സിനിമയുടെയോ അല്ലെങ്കിൽ കട തുറക്കുന്നതിന്റെ നോട്ടീസോ വല്ലോ ആയിരിക്കും ഇവരുടെ കട തുറക്കുന്നതിന്റെ എന്നോർത്തുകൊണ്ട് അവർ സന്തോഷത്തോടു കൂടി അങ്ങ് മേടിക്കും. അപ്പം ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിന്റെ മരിച്ചുപോയ തമ്പിച്ചായൻ എൻ്റെ ആത്മസുഹൃത്തുക്കളിൽ ഒരാളാണ്. അപ്പൊ അച്ചായൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഹല്ലേലൂയ മോനെ ഒരു കൺവെൻഷൻ നടത്തുന്നതിനേക്കാളും ഹല്ലേലൂയ സ്തോത്രം പ്രയോജനമുള്ളതാണ് ഒരു ലഘുലേഖ ഒരാളിൻ്റെ കയ്യിൽ കൊടുക്കാൻ കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെയാണ് 98-ൽ തന്നെ എൻ്റെ ബിജി കുഞ്ഞുങ്ങളുമായിട്ട് ഇങ്ങ് നാട്ടിലേക്ക് പോന്നു. അവരുടെ ഹൈസ്കൂൾ കഴിഞ്ഞപ്പോൾ അവരെയും കൊണ്ട് എന്നോട് പറഞ്ഞു, പപ്പ ഞാൻ ഇനി കുവൈറ്റിൽ നിൽക്കുന്നില്ല, നമ്മുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോവും, അവരെ ഹോസ്റ്റലിൽ കൊണ്ടുവന്നാക്കി കഴിഞ്ഞാൽ അവരുടെയും ഇവരുടെയും ജീവിതം തകർന്നു പോയതുപോലെ, അതുകൊണ്ട് എൻ്റെ കുഞ്ഞിന് ഇൻക്രിമെന്റ്, കുറച്ച് നാൾ നേഴ്സായിട്ട് അവൾ ജോലി ചെയ്തു. ആ നേഴ്സായിട്ട് ഗവൺമെന്റ് ജോലി ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമോ, അവൾക്ക് ഇൻക്രിമെന്റ് കൊടുത്ത വർഷം ആ മാസത്തിൽ തന്നെ അവള് വി പുട്ടപ്പ് അവർ റെസിഗ്നേഷൻ. അപ്പോഴത്തേക്ക് എല്ലാവരും ചോദിച്ചു, നീ എന്തേ കാണിക്കുന്നത്, നിനക്ക് ഇത്രയും പ്രായമല്ലേ ഉള്ളൂ എന്നാണ്. അപ്പൊ തന്നെ ഞാൻ ബിജിയോട് പറഞ്ഞു, നിന്റെ കൂട്ടുകാരികളോട് ഈ ആശുപത്രിയിലുള്ള മറ്റുള്ളവരോട് സംസാരിച്ച് നീ റെസിഗ്നേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാകും. അത് റെസിഗ്നേഷൻ അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ പറയാവൂന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ യൗവനത്തിലായിരുന്നു അവൾ അന്ന്. ജസ്റ്റ് എനിക്ക് 98 അവൾ കുഞ്ഞുങ്ങളെയും കൊണ്ടിങ്ങ് പോകുന്നു. ഞാൻ 2008 ഈ പറഞ്ഞതുപോലെ കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന നല്ല ജോലിയും നല്ല ശമ്പളവും ഹല്ലേലൂയ എനിക്ക് ആവശ്യമുണ്ടായിരുന്നു. ഞാൻ കഷ്ടതയിൽ കൂടെ ജീവിച്ച ആളാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. എൻ്റെ സാക്ഷ്യം പറയാൻ പോയി കഴിഞ്ഞാൽ 2-3 മണിക്കൂറിലും തീരത്തില്ലെന്ന് നിങ്ങൾക്കറിയാം. വർണ്ണിപ്പാൻ എനിക്ക് എൻ്റെ നാവ് പോരായേ, എണ്ണി തീർത്തിടാമോ അപ്പൻ ചെയ്തതെന്ന് പാടിയതുപോലെ ഞാൻ ഹല്ലേലൂയ ആ നിലയിൽ എനിക്ക് മുഴുമിപ്പിക്കാൻ പറ്റത്തില്ല. എന്നിരുന്നാലും ഞാൻ 25 5 മിനിറ്റിൽ സ്റ്റോപ്പ് ചെയ്യും. അത് ആ കുഞ്ഞുങ്ങളുടെ കാര്യവും ഞാൻ പറഞ്ഞല്ലോ, അവരെയും ഓർത്ത് പ്രാർത്ഥിക്കണം. വേണു സ്തോത്രം, പിന്നെ എന്തായിരുന്നു പറഞ്ഞ ഞാൻ, സരിൻ ആ കത്തോലിക്ക കുഞ്ഞുങ്ങൾ അവർ പറഞ്ഞു ഞങ്ങൾ വരും അങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളുമായിട്ട് വീട്ടിലേക്ക് വരും എന്ന് പറയുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഒത്തിരി കഷ്ടപ്പാട്, ഈ അയൽവാസി ഒരു കത്തോലിക്കൻ ഒത്തിരി ദ്രോഹം ചെയ്തു എങ്കിലും ഹല്ലേലൂയ അതിൻ്റെ എല്ലാം നടുവിൽ അവനെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഇടതുവശത്തും വലതുവശത്തും കത്തോലിക്കരാണ്. അതില് വീട്ടിനകത്ത് ഇരിക്കുമ്പോൾ ഇടതുവശത്തെ കുടുംബം ഇതുവരെ മാനസാന്തരപ്പെടാത്തതിൽ വേദനയാണ്, ദ്രോഹവും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ദൈവം നമുക്ക് വാഗ്ദത്തം തന്നിട്ടുണ്ട്, ശത്രുക്കൾ മുൻപാകെ മേശയൊരുക്കുന്ന സ്തോത്രം. അതും അവിടെ നിൽക്കട്ടെ. ഞാൻ കൊലോസ്യ ലേഖനത്തിനകത്തെ ഒരു വാക്യം വായിച്ചിവിടെ അവസാനിപ്പിക്കാനേ നമുക്ക് സമയമുള്ളൂ. 4 മിനിറ്റ് പ്ലീസ്. കൊലോസ്യർ 4 ഓർക്കണം. അതിൻ്റെ 2-ാം വാക്യം ഇങ്ങനെ പറയുന്നു, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പിൻ. അടുത്തത് 5-ാം വാക്യം കൊലോസ്യർ 4:5. ഇതുവരെ അങ്കിളിന്റെ സാക്ഷിയൊക്കെ അങ്ങ് മറന്നുപോയാലും മറന്നേരെ, ഇത് ഓർത്താൽ മതി. സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട്
ജ്ഞാനത്തോടെ പെരുമാറുവീൻ. നമ്മൾ 1 മണിക്കൂർ ധ്യാനിച്ചാലും അത് വചനം വായിക്കാനുള്ളതല്ലെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. 1-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ പറഞ്ഞു, ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ, അവനെ എന്തെങ്കിലും നടക്കുകയുള്ളൂ എന്ന് ഓർത്തോണം. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങ് ഓടിച്ചു പോവുകയാണ്. എങ്ങനെ? 6-ാം വാക്യം പറയുന്നു, ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക്, നിങ്ങളുടെ അല്ല നമ്മുടെ വാക്ക്, എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ. 12-ാം വാക്യം, നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുയേശുവിന്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെ പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. ക്രിസ്തീയ ജീവിതം ഒരു ചർച്ച് മെമ്പർഷിപ്പാണോ, അല്ലെങ്കിൽ ഒരു പാസ്റ്റർ ജോലി മാത്രമാണോ? പോരാട്ട ജീവിതമാണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ വാർഫെയർ. ഇസ്രയേല് നിർത്തുവോ? വാർ നിർത്തുവോ? ഇല്ല. അണ്ടിൽ ദ ലാസ്റ്റ് പേഴ്സൺ, അവസാനത്തെ യഹൂദനുള്ളത് വരെയും അവര് ദൈവവാഗ്ദത്വത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമുക്ക് മാതൃകയായിട്ട് ചിന്തിക്കാനുള്ളത്. എൻ്റെ സമയം കഴിയുന്നതുകൊണ്ട് ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഇവിടെ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി പോരാടുന്നു. എന്തിൽ? പ്രാർത്ഥനയിൽ പോരാടുന്നു. എനിക്ക് നിങ്ങളോടൊപ്പം ഞാൻ സന്ധ്യാസിസ്റ്ററിനെ വിളിച്ചിട്ട് ഞാൻ മോക്ക് കുറച്ച് എനിക്ക് പേഴ്സണലായിട്ടുള്ള ചില പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ അല്ല, ഒരു 19 വയസ്സുള്ള ഒരു മോള് ഒരു നോർത്ത് ഇന്ത്യൻ ബോയിയുമായിട്ട്, മുസ്ലിം ബോയിയുമായിട്ട് ലവിലായി. ആ കൊച്ചിൻ്റെ അമ്മ പറഞ്ഞു, ഞാൻ ആത്മഹത്യ ചെയ്യും സാറേ എന്നൊക്കെയാണ് എന്നോട് പറയുന്നത്. കത്തോലിക്കരാ, എന്നാലും ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയാതെ അവർ സ്ട്രഗിൾ ചെയ്യുന്നു. അതുപോലെ പലതും ഉണ്ട്. ദൈവഹിതമായ ഞാൻ സന്ധ്യാമോളെ വിളിച്ചിട്ട് അത് തരാം. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ ഫോണിൽ 7:29 പരിശുദ്ധ പിതാവേ, പരിശുദ്ധ പിതാവേ, അപ്പാ, ഹല്ലേലൂയ. ഭക്തന്മാര് പാടിയതുപോലെ ഞാൻ യോഗ്യനല്ല, യോഗ്യനല്ല യേശുവേ, നിന്റെ കുഞ്ഞുങ്ങളോടൊപ്പം കർത്താവേ ലോകമെമ്പാടും കേൾക്കുകയും കേൾപ്പിക്കുകയും ചെയ്യുന്ന ഈ പ്രെയർ ലൈനിൽ കൂടെ നിന്റെ കുഞ്ഞുങ്ങളോടൊപ്പം അടിയങ്ങൾക്കും കർത്താവെ കുടുംബമായിട്ട് ചേരുവാൻ ഒരു അവസരം തന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങള് പഠിച്ച, ഞങ്ങളെ ഓർമ്മിപ്പിച്ച, വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വചനങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്ത് കർത്താവെ, ഈ ഗ്രൂപ്പില് ഒന്നുപോലും കൈവിടപ്പെട്ടു പോകരുതേ. ഇതിന് നേതൃത്വം കൊടുക്കുന്ന ദൈവദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ദാസിമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. 24 മണിക്കൂറും പ്രാർത്ഥനയിൽ വ്യാപരിക്കുന്ന അഥവാ ജാഗരിക്കുന്ന അഥവാ പോരാടുന്ന വിശുദ്ധ ജനത്തെ പുതിയ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിപ്പാൻ അവസരം തന്നല്ലോ, മഹത്വം അപ്പനെടുത്തല്ലോ. വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.